നമസ്കാരം, ജോസൂട്ടിയാണേ. അപ്പോൾ നമ്മുടെ കപ്പത്തോട്ടത്തിലാണ്. നമ്മളിപ്പോൾ ഇവിടെ കപ്പയ്ക്ക് വളമിട്ടുകൊണ്ടിരിക്കുകയാണേ. അവിടെ വേച്ചനപ്പാൻ തടം വെട്ടി കൂട്ടുന്നുണ്ട്. നമ്മൾ വളമിട്ട് ഇപ്പം ഞാൻ ഈ ഒരു സൈഡ് വളമിട്ട് പോകുന്നു. അവിടെ ഇനിയിപ്പോൾ ഈ ഒരു തറ നമ്മൾ കിളയ്ക്കുവാണേ. നമ്മളിപ്പോൾ കപ്പയുടെ ഇടയിൽ കൂടി നമ്മുടെ 6 HP കാംകോയുടെ പവർ വീഡർ കയറ്റി ഓടിച്ചിട്ടാണ് കിളയ്ക്കുന്നത്. ഈ ഒരു തറയ്ക്ക് നമുക്ക് ഇച്ചിരി അകലം അടുത്ത് പോയതുകൊണ്ട്, അകലം കുറഞ്ഞു പോയതുകൊണ്ട് അവിടെ ഓടിക്കാൻ പറ്റത്തില്ല. ബാക്കിയുള്ള സ്ഥലങ്ങളിലെല്ലാം നമുക്ക് ഈ മെഷീൻ ഓടിക്കാനായിട്ട് പറ്റുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ അങ്ങപ്പുറം ഓടിച്ചിട്ടുണ്ടായിരുന്നു. ഈ കാണുന്ന തറയിൽ നമ്മളിപ്പോൾ മെഷീൻ ഓടിക്കുവാണ്. കപ്പയുടെ ഇട കളയ്ക്കുവാൻ നമുക്ക് ഈ ഒരു സാധനം അടിപൊളിയാണ് കേട്ടോ. ഇതിൻ്റെ ബ്ലേഡിൻ്റെ ഒരു സെറ്റ് ഊരിക്കളഞ്ഞാൽ വീതി കുറയ്ക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അത്രയും നമുക്ക് ചെറിയ വീതിയിൽ കൂടി ഇത് ഓടിക്കാൻ പറ്റും. ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണാം, മെഷീൻ്റെ ഫ്ലാപ്പ് നമ്മൾ ഊരിക്കളഞ്ഞിട്ടുണ്ട്. ഫ്ലാപ്പ് ഊരിക്കളഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ അവിടുന്ന് ഓടി വന്നതാണ്. ചിലപ്പോൾ ഞങ്ങൾ ചെയ്യുന്ന കാണിക്കാം. ഇത് നമ്മളുടെ നാട്ടിൽ, അതായത് കോട്ടയം സൈഡിലേക്ക് ഈ ഒരു രീതിയിലാണ് കേട്ടോ കപ്പ കൃഷി ചെയ്യുന്നത്. പല സ്ഥലത്തും പല രീതിയിലായിരിക്കും. ഞങ്ങളിപ്പോൾ ഇവിടെ ഈ ഒരു മെത്തേഡിലാണ് ചെയ്യുന്നത്. ഇതുകൊണ്ട് വളം ഇട്ടിട്ടുണ്ട്. ഇപ്പം നമ്മളിതിന് ഉപയോഗിച്ചത് സാധാരണ കൂട്ടുവളം നമ്മൾ വാങ്ങി വെച്ചിട്ടുണ്ട്. അതാണ് ഉപയോഗിച്ചിരിക്കുന്നത്. 18 ആണ് നമ്മളിപ്പോൾ ഉപയോഗിച്ചിരിക്കുന്നത് കേട്ടോ. കപ്പയ്ക്ക് ഇട കിളച്ച് വളമിട്ട് തടം വെട്ടി മൂടുന്നേ കാണുന്നത് കേട്ടോ. ഇനി നമ്മളിതിൻ്റെ കപ്പയുടെ തണ്ടുകൾ 2 എണ്ണത്തിൽ കൂടുതലുള്ളത് ഒടിച്ച് കളയും. അതിപ്പോൾ ഒന്ന് അപ്പം ഇതിപ്പോൾ അല്ലല്ലോ, ഒരാഴ്ച കഴിഞ്ഞിട്ട് വളമൊന്നും എടുത്തു കഴിഞ്ഞിട്ട് ശകലം കൂടെ പൊങ്ങി കഴിയുമ്പോൾ നമ്മൾ ഓടിക്കുന്നുള്ളൂ. ചിലതിലൊക്കെ 3 എണ്ണമൊക്കെ കിളുത്തിട്ടുണ്ട്. ബാക്കി എല്ലാം 1ഉം 2ഉം ഒക്കെ കിളുത്തിലുള്ളൂ. അപ്പോൾ ഒരു കിളുപ്പുള്ളതും നമ്മൾ ചെയ്യുന്നില്ല, 2 കിളുപ്പുള്ളതും ചെയ്യുകയില്ല. 2ൽ കൂടുതൽ കിളുപ്പുള്ളതൊക്കെ നമ്മൾ ഒടിച്ച് കളയും. 2 കിളുപ്പേ നമ്മൾ നിർത്തുള്ളൂ, അല്ലെങ്കിൽ അത് നമ്മുടെ വിളവിനെ ബാധിക്കും എന്നുള്ളതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ കപ്പയുടെ തടം വെട്ടുന്നതായി കാണുന്നത്. ഇട കളച്ച് പുല്ല് കളഞ്ഞ് നമ്മൾ വളമിട്ട് മൂടുവാണ്. 2 സൈഡ് കഴിഞ്ഞു. അപ്പുറത്ത് തടയും കഴിഞ്ഞു, ഇവിടവും കഴിഞ്ഞു. ഇനി ഈ ഒരു സൈഡ് നമുക്ക് വണ്ടി ഓടിക്കാൻ പറ്റത്തില്ല. നമുക്കിത് ഓൾറെഡി ഇളകി കിടക്കുകയാണ്. എന്നാലും വണ്ടി ഇതുവഴി ഓടിക്കണമെന്നുണ്ടായിരുന്നു, പക്ഷെ ഓടിക്കാൻ പറ്റത്തില്ല. നമ്മളെന്താ ആ തറയിൽ നമ്മൾ ഈ വണ്ടി ഓടിക്കണേ. കാട്ടിത്തരാം. ഒരു റൗണ്ട് ഇപ്പോൾ ഞാൻ ഓടി വന്ന് നോക്കി ഇതിനകത്ത് എങ്ങനെയാണ് ഓടിക്കാൻ പറ്റുന്നുണ്ടോയെന്ന്. അപ്പോൾ ഈ ഒരു തറയിൽ ക്യാമറ നമ്മൾ സ്റ്റാൻഡിൽ വെച്ചേക്കുവാണ്. അപ്പോൾ നമ്മളിവിടെ കൊണ്ട് വെച്ചിട്ട് അവിടെ പോയിട്ട് മെഷീൻ ഓപ്പറേറ്റ് കൊണ്ട് വരണം കേട്ടോ. അപ്പോൾ അതെ, ഇവിടെയൊക്കെ നമ്മൾ വാഴ വെച്ചേക്കുന്നത്. അവിടെ മൊത്തം വാഴയുണ്ട്. വാഴയൊക്കെ എടുത്ത് നമ്മൾ വാഴയ്ക്ക് വളമിട്ട് കഴിഞ്ഞു. നെക്സ്റ്റ് നമ്മൾ കപ്പയ്ക്കാണ് വളമിട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ക്യാമറ ഇവിടെ നമ്മൾ സ്റ്റാൻഡിൽ ഇരിക്കട്ടെ. ഞാൻ അങ്ങോട്ട് പോയിട്ട് മെഷീൻ എടുത്തുകൊണ്ട് വരാവേ. ഓക്കെ. അപ്പോൾ ഇതിനകത്തൂടെ നല്ല അടിപൊളിയായിട്ട് വീടർ കയറി വരും കേട്ടോ. നമ്മൾ ഉപയോഗിക്കുന്ന മെഷീൻ കാംകോയുടെ 6 HP മെഷീനാണ്. ഭയങ്കര സിമ്പിളായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതെ, വളരെ സിമ്പിളായിട്ട് നമ്മുടെ കപ്പയുടെ ഇള കളച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ക്രോസ് കയറ്റി ഓരോ തറയിൽ ഇറക്കി ഓടിക്കാൻ പറ്റും. അവിടെ സ്പേസ് ഉണ്ട് തിരിക്കാൻ സ്പേസ് വേണം കേട്ടോ. ഇനി നമ്മൾ തിരിഞ്ഞ് അതിൻ്റെ അപ്പുറത്തേക്ക് ഒറ്റ ഓട്ടം. അതുവരെ കഴിയുമ്പോൾ ഈ തറയിലെ കിള കഴിയും. വളരെ സിമ്പിൾ. എന്ത് എളുപ്പമെന്നുണ്ടോ. പക്ഷെ നമ്മൾ അല്ലാതെ മാനുവലായിട്ട് നമ്മൾ ചെയ്യുമ്പോൾ ഒരുപാട് താമസമുണ്ട്. കാരണം ഇവിടുത്തെ മണ്ണ് വെള്ളം പിടിച്ചു കഴിഞ്ഞാൽ ഇച്ചിരി പശപ്പാകുന്ന മണ്ണ്. അപ്പോൾ ഇതുണ്ടല്ലേ, കിളച്ച് പോകുന്ന സ്ഥലം കണ്ടോ, നല്ല അടിപൊളിയായിട്ട് സൂപ്പറായിട്ട് കിളച്ച് പോകുന്നുണ്ട്. നമ്മൾ പൂവൻ വാഴ വെച്ചേക്കുന്നതാണ്.
അപ്പോൾ ഇനി നമുക്ക് അവിടെ നിന്ന് തിരിച്ച് ഓടിക്കാവേ. ഇനി അവിടെ പോയിട്ട് ക്യാമറമാൻ ഇല്ലാത്തത് കൊണ്ട് നമ്മളവിടെ ചെന്നിട്ട് നമ്മൾ തന്നെ വണ്ടി തിരിച്ചെടുത്തുകൊണ്ട് വരണം കേട്ടോ. ഇടയ്ക്കുള്ള കല്ലും കട്ടയും കമ്പൊക്കെ ഒന്ന് പിറക്കി മാറ്റിയാൽ വളരെ നല്ലത്. മെഷീൻ്റെ സ്വിച്ച് ഓൺ ചെയ്യുക, സിമ്പിളായിട്ട് വലിക്കുക, ഇത്രയുള്ള കാര്യം. ഒറ്റ വലി, വണ്ടി സ്റ്റാർട്ടാവും. കാലം തെന്നിപ്പോയി. ഓക്കെ, ഇനി നമ്മളിതിനെ റിവേഴ്സ് സെറ്റിംഗ് എടുക്കണം. ഇവിടെയൊക്കെ ഭയങ്കര കുഴഞ്ഞ് കിടക്കുന്ന സ്ഥലം കേട്ടോ, ഭയങ്കരമായിട്ട് ചെള്ള കുഴഞ്ഞ് കിടക്കുക. ഇത്രയും ഭാഗത്തെ പണി വളരെ സിമ്പിളായിട്ട് കഴിഞ്ഞ്. അപ്പോൾ നമുക്കിനി ഇതിന് വളവിടുക, മണ്ണ് വെട്ടിക്കൂട്ടുക, ഇത്രയുള്ള പരിപാടി ഉണ്ടോ. അപ്പോൾ ഇതാണ് നമുക്ക് വീട് ഉണ്ടെങ്കിലുള്ള ഗുണം. നമുക്ക് നമ്മുടെ മനുഷ്യാധ്വാനം കുറച്ച് കുറഞ്ഞ് കിട്ടും. ഇനി നമുക്ക് ബാക്കി വെട്ടിക്കൂട്ടാം, വളവിട്ടിട്ട് വെട്ടിക്കൂട്ടാം കേട്ടോ.